ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കത്തുള്ള റൂം ടൂറാട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ റൂമിലേക്കുള്ള രണ്ട് ഡോറുകൾ വന്നിട്ടുള്ളത്. ഒന്ന് നമ്മൾ കിച്ചണിലേക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കുന്നതും ഒന്ന് ഇതേപോലെ നമുക്ക് ഒരു മെയിൻ ലിവിങ്ങിലേക്കും കിടക്കുന്നതും ആട്ടോ. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് കയറാം. കയറിയ ഉടനെ തന്നെ ഇതേപോലെ ചെറിയൊരു ഫോയർ സ്പേസ് ആട്ടോ, ചെരുപ്പൊക്കെ വെക്കാൻ പാകത്തിലുള്ള ചെറിയൊരു ഫോയർ സ്പേസ് ആണ്. പിന്നെ അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്ക് അയൺ ചെയ്യാനുള്ള ഒരു അയൺ ടേബിളും ഒക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു സ്പേസ് ആട്ടോ. ഇത് നല്ലൊരു കാര്യം കേട്ടോ, ഈ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക്. പിന്നെ വന്നിട്ട് നമ്മുടെ ഡൈനിങ് ആണ്, ഡൈനിങ് ഏരിയ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയുള്ള നല്ലൊരു ഡൈനിങ് ടേബിൾ ആട്ടോ. ഞങ്ങൾ ഈ റൂമിൽ എന്താ പറയുക, സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. 1-2 സാധനം മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി ഈ റൂമിൽ സെറ്റുള്ള അങ്ങനെ റൂം എടുത്താട്ടോ. മറ്റ് പൊതുവേ നമ്മൾ പ്ലെയിൻ റൂം എടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യല്ലോ, അങ്ങനെയല്ല. ഞങ്ങൾ ഫുള്ള് എന്താ പറയുക, സാധനമുള്ള റൂം തന്നെ എടുത്തതാണ്. അതാകുമ്പോൾ പിന്നെ വീണ്ടും സാധനമൊക്കെ കൊണ്ട് ഒക്കെ വെച്ചൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫുള്ളി ഫർണിച്ചറുള്ള റൂമാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് ഒന്ന് റൈറ്റിലേക്ക് മാറിയിട്ടാണ് നമ്മളെ ഒരു ബാത്റൂമും അതേപോലെ ആറിയൊക്കെ ഇടുന്ന സ്ഥലമൊക്കെ വരുന്നത്. അത് ഇവിടെ കേട്ടോ. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അത് ഈ റൂമിൻ്റെ ഓണർ ഉണ്ടാവില്ല, അവർ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഓൾറെഡി പൂട്ടിയിട്ടതാണ്. അതൊരു ബെഡ്റൂമാണ്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് പിന്നെ അവരോട് പൂട്ടിയിട്ടോളാൻ പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 ബെഡ്റൂമായിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം, പിന്നെ ഒന്ന് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബെഡ്റൂം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാത്റൂം വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, മറ്റ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുള്ള തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു സെൻട്രലുള്ള ആ ഒരു ടേബിളും പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീനില്ലേ, അത് മാത്രമേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. നാട്ടിലത്തെ മാതിരി മോഡൽ കുപ്പികളൊന്നും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ നല്ല നല്ല കുപ്പികൾ എടുത്ത് ഒപ്പിക്കല്ലേ ചെയ്യുക. നാട്ടിലത്തെ മാതിരി നല്ല അടിപൊളി കുപ്പി നമ്മൾ അങ്ങനെ വാങ്ങൂലല്ലോ, കുറച്ചല്ലേ നമ്മളിവിടെ നിൽക്കുകയുള്ളൂ. സ്ഥിരമായിട്ട് നിൽക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ലിവിങ് ആണ്. ഈ ഒരു വീഡിയോ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്താട്ടോ. അതുകൊണ്ടാണ് മോന് എന്താ പറയുക 2 കളർ ഡ്രസ്സിൽ കാണുന്നത്. നേരത്തെ കിച്ചണിൽ വേറൊരു ഡ്രസ്സ്, ഇപ്പം വേറൊരു ഡ്രസ്സ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന്? പിന്നെ വന്നിട്ടുള്ള അടുത്ത ലിവിങ് ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആരെങ്കിലുമൊക്കെ വരുമെങ്കിൽ മാത്രമേ ഞാനിത് തുറക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇത് പൂട്ടിയിടുകയല്ല വെറുതെ ഇവിടെ ഇങ്ങനെ വന്ന് കാരണം ഇവിടെ ഒരു കാർപ്പറ്റും ആണല്ലോ, അപ്പം വൃത്തിയേട് വേഗം ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് മറ്റേ ലിവിങ് തന്നെ മതി. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഞാനിത് ഓപ്പൺ ചെയ്യാറുള്ളൂ. ഞാൻ നേരത്തെ നമ്മൾ പുറത്തുനിന്ന് വേറൊരു ഡോറ് കണ്ടില്ലേ, ആ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ലിവിങ് ആട്ടോ ഇത്.
അപ്പോൾ ആ ഒരു ഡോർ അതായി കാണുന്നതാണ് ആ ഒരു ഡോറ്. അത് തുറന്നിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു പാസേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെയുള്ള ഈ ഒരു ബാത്റൂം. ഈ ഒരു ഡോറാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഡോറ്. അന്നപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ റൂം ടൂർ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക.